എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രചോദിപ്പിച്ചുകൂട്ടാ നമുക്കങ്ങ് തുടങ്ങിയാലോ? വരാൻ പോകുന്ന ടീമിനെ കുറിച്ച് ഒരു ഒറ്റ ക്ലൂ ഉള്ളൂ, നിങ്ങൾക്ക് ടീമിനെ പിടുത്തം കിട്ടും. നമ്മുടെ ഫ്ലോറിൽ വരാൻ വേണ്ടിയിട്ട് മലയാളികൾ കാത്തിരിക്കുന്ന ഒരു ടീം. അപ്പൊ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായി. പത്തനംതിട്ട ടീം. രാജേഷ്, ഹരി ആൻഡ് സുജയ്. അതെ പെണ്ണേ, അയ്യോ ഇയാളെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോ ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പേരെന്തുവാ? സുമി. അതെ, ഗ്യാസിന്റെ ഒരു ഗുളികയില്ലേ അത്? അതോമി. ഞാൻ സുമി. ആണോ? ചേച്ചിയുടെ പേരെന്തുവാ? എന്റെ ഒരു ലത. ചേച്ചിയുടെ ആദ്യ പ്രസംഗമാണോ? ആദ്യ പ്രസംഗമാണോ? ചേച്ചിയുടെ ആദ്യ പ്രസവമാണോ ചേച്ചി? അയ്യോ അല്ല, എനിക്ക് മൂത്ത 2 ആൺപിള്ളേരുണ്ട്. ഇത് മൂന്നാമത്തെ ആദിത്യ. അയ്യോ, ആൺപിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്തോ ആദിത്യ? അയ്യോ 2 ആൺപിള്ളേരില്ലയോ, അടുത്തത് പെൺകുഞ്ഞാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അവനാണ് ഇപ്പോഴേ ഞാൻ പേരിട്ട ആദിത്യ. ഓഹോ, മുൻകൂട്ടി അങ്ങ് ഇട്ടതാ. അതെ. അല്ല, സിനിമാറ്റിക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതല്ലെന്ന് ആൺ ചെറുക്കൻ അങ്ങ് തൊഴിക്ക് വാങ്ങി. ഇപ്പോഴേ വയറ്റിക്കിടും തള്ളെ തൊഴിക്കുക. അതെ, ഇത് വളർന്നു കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും ഇല്ലയോ? പിന്നെ കൂടെ ആരും ഇല്ലയോ സഹായത്തിന്? അയ്യോ ചേച്ചി, എന്റെ കഥയെന്ന് പറയുന്നത് ഭയങ്കര സംഭവം, പറയാതിരിക്കുന്നതാ നല്ലത്. ഞാൻ വെറുതെ ചോദിച്ചാ പറയാൻ. അതല്ല, ഞാൻ പറയാ. ചേച്ചി, ഞാനും എന്റെ ചേട്ടനും കൂടെ ആണെങ്കിൽ ഒളിച്ചോടുമായിരുന്നു. വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം വെച്ചാൽ ഭയങ്കര പ്രശ്നം. ചേട്ടന്റെ വീട്ടുകാർ അടുക്കത്തതേ ഇല്ല. അമ്മാവി, കുഞ്ഞമ്മ, ആന്റി, ഇവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ആകെയുള്ളത് എന്റെ 2 സഹോദരിമാരാ. സഹോദരിമാരല്ലയോ? മൂത്തേച്ചി എവിടാ? ബോംബ. ബോംബാന്ന് എടുത്ത് എറിഞ്ഞു കളയാനും പൊട്ടിത്തെറിക്കും. അതല്ലെന്ന് മൂത്ത ചേച്ചി ബോംബേല. അങ്ങനെ പറ. ഞാൻ വിചാരിച്ചു മനുഷ്യ ബോംബ് വല്ലതും ആയിരിക്കും. പിന്നെ ഇളയ ചേച്ചി ഗോവക്കാരിയാ. ഗോവയില എവിടാ? ഗോവയിലു. പിന്നെ ഗോവക്കാരിയാന്ന് പറഞ്ഞു. അതല്ലെന്ന് കോപക്കാരിയാ, ദേഷ്യക്കാരിയാ. അങ്ങനെയുള്ളവരൊന്നും വിളിച്ച് നിർത്തരുത്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര പ്രശ്നമാവും. അയ്യോ, ഒന്നും പറഞ്ഞിട്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് ഒന്നും കൂടെ വന്നിരിക്കത്തില്ല ചേച്ചി? ഉണ്ടായിരുന്നു, രാത്രി മൊത്തം ഉറക്കോളച്ചോടി ഇരിക്കുവായിരുന്നു. ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് നേരത്തെ പറഞ്ഞു വിട്ടയാ. എന്താ പോയി കിടന്ന് ഉറങ്ങി കാണുമായിരിക്കും. ഇല്ല, പെട്ടെന്ന് വരും എന്റെ എണ്ണ. പിന്നെ ചേട്ടൻ എന്തുവാ ജോലി? എന്തുവാ? അങ്ങനൊന്നുമില്ല, എല്ലാ ജോലിക്കും പോകണേ. വരുന്നുണ്ട് ഒരു പ്രത്യേക സ്വഭാവക്കാരനാ കേട്ടോ, എണ്ണം വരുന്നുണ്ട്. എങ്ങനെയുണ്ടല്ലേ? അങ്ങനെ തന്നെ ഇരിക്കുവാ. വെള്ളം കൊടുത്താ കുടിക്കാൻ. എന്ത് ദാഹമുണ്ടോ? പരവേശമുണ്ടോ? ആഹാരമൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ടല്ലോ. കഴിച്ചായിരുന്നു. വരുന്നിടം വരെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം രാവിലെ വന്ന് അഡ്മിറ്റ് ആയതാ. ഞാൻ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു. വേണ്ട, നമുക്കറിയത്തില്ല ആരാ എന്തോ വാന്ന്. ഒരു സഹകരണത്തിനും പോകണ്ട. എന്തോ വേണ്ട, ഒന്നിനും നീ പോയേക്കരുത്. അതല്ല, കൊച്ചിന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, ഒരു ഒളിച്ചോടി കല്യാണമൊക്കെ കഴിച്ചതാ. ഞാൻ എന്തോ ചെയ്ത അതിനകത്ത്? കുറച്ച് വെള്ളം കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒക്കത്തില്ലെന്ന്. ഒന്ന് സഹായിക്കണം, ശകലം വെള്ളം കൂടെ. എനിക്കറിയാലോ, ഞാൻ ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത്. എനിക്കറിയാം എന്റെ അണ്ണനെ. വെള്ളം കൊടുക്കുക, നമ്മളല്ല ആരുണ്ട് ഇപ്പൊ. ഞാൻ പറഞ്ഞോ, ഇനി അങ്ങനെ ചെയ്യരുത്. കൈ ടച്ച് ചെയ്യുകയെല്ലാം ചെയ്തോ? കുടിച്ചോ? ആവശ്യമില്ലാത്ത ഒരു കോളൊപ്പിച്ചോണ്ട് വരുന്നത്. എനിക്കങ്ങനെ മറ്റു പെണ്ണുങ്ങളെ മൊത്തം നോക്കുന്നൊന്നും ഇഷ്ടമല്ല. ഇത് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ? ഇതെന്തോ ബോളിയോ? ബോളി. എന്തിനാ ഇത്? ഇപ്പൊ എടുക്കരുത്, ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുക്കണമെന്ന് പറഞ്ഞേക്കുവാ. അണ്ണാ, അത് പോളിയോ എടുക്കണമെന്നാ പറഞ്ഞു. പോളിയോ എടുത്തോണ്ട് വന്നേക്കുന്നു. വേറെന്താ കൊണ്ടുവന്ന? ആപ്പിളുണ്ട്. നല്ലതാണോ? നല്ല അടിപൊളി. ഇതാ പെണ്ണിന് കൊടുക്കും. പറഞ്ഞു ആര് കൊടുക്കും? ഞാൻ മിണ്ടത്തില്ലെന്ന് പറഞ്ഞില്ലയോ? അണ്ണാ അയ്യോ, എനിക്കല്ല മറ്റു പെണ്ണുങ്ങളെ മുഖത്ത് നോക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല. എന്റെ കൂട്ടുള്ള കൊച്ചില്ല. ചുമ്മാതെ പിടിച്ചോ? പോട്ടെ, ഇത് കൊടുക്കാനോ? ഇത് പിടിക്കണോ? പിടിക്കും. മേടിച്ചോ? കൈ തൊട്ടു ഞാൻ പറഞ്ഞു. എന്തിനാ പറയുന്നേ? പിന്നെ എനിക്കന്നുള്ള ഇഷ്ടമുള്ള കേസ് കേട്ടല്ല. പിന്നെ ഇത് സ്കാനർ എന്തിനാ? അയ്യോ, ഡോക്ടർ പറഞ്ഞായിരുന്നു ലാബിൽ പോയിട്ട് 5-6 സ്കാൻ എടുക്കണമെന്ന്. അത് നീ ഇനിയും പോകണ്ട, ഇതിനകത്തോട്ട് അങ്ങ് ചെയ്തച്ച മതി. എന്റെ പൊന്നണ്ണ, എന്റെ വയറിന്റെ സ്കാൻ എടുക്കുന്ന കാര്യ പറഞ്ഞത്. വയറിന്റെയോ? ഇതിന് ഞാൻ തിരിച്ചു കൊണ്ടുപോകും. എന്തോ കാണിച്ചത്? എന്തോ ചെയ്യാന്ന് പറ. ഞാൻ പറയാൻ മറന്നു പോയണ്ണ. എന്തുവാ? ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പുലി ഇറങ്ങിയേ, അതുകൊണ്ട് മൂത്രമൊക്കെ ഒഴിക്കാൻ പോകണ ബാത്റൂമിൽ ഒഴിക്കണം. എന്നാലും തന്നെ പുറത്തൊന്നും ഇറങ്ങി പോരുത്. പുറത്തിറങ്ങി എന്തോ കുഴപ്പം? പുലി പിടിച്ചോണ്ട് പോകും. പുലിക്ക് എന്തിനാ എന്റെ മൂത്രം? എന്നെ പിടിച്ച
ഒഴിച്ചോളൂ. ഞാൻ ഇവിടെ കാണാൻ കൊണ്ടൊഴിച്ചോളാം. അതിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നുപോയി. യൂറിനെ എന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിലോട് ചെല്ലണമെന്ന് പറഞ്ഞാൽ അണ്ണം വന്നിട്ട് പോവാന്ന് വിചാരിക്കണമെന്ന് വരുവോ? നീ ഒരു കാര്യം ചെയ്യ്. നീ പതുക്കെ പോയിട്ട് വാ. ഇവിടെ നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീ ആയിരിക്കുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്നോ. പോയിട്ട് വാ കേട്ടോ. ഇത് ചെയ്യാന്ന് പറ. ഹായ് ചേട്ടാ. ഓ, ഞാനിവിടെ എന്റെ ചേട്ടനെ വിളിച്ച. ഹായ്. എന്തോ ഉമ്മ കൊടുക്കണോ? ഉമ്മ ഒക്കെ കൊടുക്കുന്ന കൊള്ളാം. വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. വരുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ട് അതിന്റെ ആ വെള്ള മുണ്ടില്ലേ അണ്ണാ, കോട്ടമുണ്ട്, അത് ഞണ്ണോ അങ്ങ് മുറിച്ചേര്. അത് മുറിച്ച് പിന്നെ എന്റെ ആ പുള്ളി നൈറ്റില്ലേ, നീല നൈറ്റ്, അതും. അയ്യോ, പിന്നെ ഒരു കാര്യം, പിന്നെ റേഷൻ കാർഡിന്റെ കാര്യം മറക്കരുത്, ആധാർ കാർഡും മറക്കരുത്. പോടാ കള്ള. ഞാൻ എന്റെ ചേട്ടനെ പോടാ കള്ള. നീ പോടാ കള്ള. നീ പോടിയുന്നു. നീ മിണ്ടായിരിക്കാവടി. ഞാൻ ഇവിടെ പറഞ്ഞു. ഞാൻ ഇതിനകത്ത് പറഞ്ഞു. നീ പോടാ കള്ള. നീ പോടാ. എന്നെ അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ഉള്ളവരൊന്നും അല്ല. എന്നോട് അങ്ങനെ സംസാരിക്കുക ചെയ്യരുത്. മേലെ ഇനി എന്റെ ഫോണിൽ വിളിച്ചേക്കരുത്. കള്ളമാണ്. ചേട്ടാ, ഇച്ചിരി വെള്ളം തരാമോ കുടിക്കാൻ? നോക്കത്തില്ല. കുറച്ച് വെള്ളം തരുമോ ചേട്ടാ കുടിക്കാൻ? അവള് പോയ ലാക്കിന് നെഞ്ചത്ത് കയറുക. എന്റെ തൊണ്ട വരണ്ടട്ടാ. ഇച്ചിരി വെള്ളം തരൂ. വെള്ളം ഞാൻ അങ്ങനെ അവള് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. ഓരോ കോള് വെച്ചിട്ട് പോന്നു. ചേട്ടാ, ചേട്ടനെ കാണാൻ എന്ത് സൗന്ദര്യമാ, പ്രായക്കുറവുമാ. ആ ചേച്ചിക്കാണെങ്കിൽ എന്ത് വയസ്സുണ്ടെന്നറിയാം. എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു? എന്താ പറഞ്ഞേ? ചേട്ടന് നല്ല പ്രായക്കുറവും കാണാൻ സുന്ദരനുമാ. ആ ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര പ്രായ കൂടുതൽ. അവരെ എങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു? തൊഴിക്കുന്നുണ്ടോ? തൊഴിക്കുവാ. അയ്യോ, 5 കിലോ ആപ്പിൾ മേടിച്ചു തട്ടെ. അവ ചേച്ചിക്ക് കൊടുക്കണ്ടേ? ചേച്ചിക്ക് ഉന്താ കൊടുക്കും. ഞാൻ മുതുകലാന്ന് അവള് പറയുന്നത്. ഓറഞ്ച് വേണോ? 3 കിലോ കൊണ്ട്. അയ്യോ വേണ്ട, എനിക്ക് ചേച്ചി കണ്ടാൽ എന്തെങ്കിലും പറയത്തില്ലേ? എന്റെ കാലെന്ത് വേദനയാണെന്ന് അറിയാം. കഷ്ടം പിടിച്ച ഇടപാട്. ദോഷമുണ്ട്. എവിടാ വേദന? കാലിലോ? ഇവിടെ. ഞാനെന്ന് ഒഴിക്കുവാണോ? കരോട്ടക്കാരനാണ് അകത്ത് കിടക്കുന്നത്. എന്തുവാന്നറിയത്തില്ല. എന്തോ കാണിക്കുവാ? ആരുമില്ലാതെ പിന്നെ കിടക്ക് നമ്മളത് സഹായം ചെയ്ത് കൊടുക്കുന്നതിന് തെറ്റുള്ള പണിയൊന്നും വേണ്ട. കൊള്ളാലോ പണി. ഞാൻ പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ചെയ്ത് കൊടുത്തില്ല. മോശമല്ലോടി. എനിക്ക് വേണ്ട. മുറുക്കിടാൻ കൊടുത്താറ്. പോളി കഴിക്കില്ലയോ? കഴിച്ചോ? കൊടുത്തിട്ടുണ്ട്. ഓ കൊള്ളാം. ഒറ്റപ്പാലോ? ഞാൻ നിന്നെ പറഞ്ഞ നീ അറിഞ്ഞോ? ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. പ്രസവത്തിനുണ്ടെങ്കിൽ മാമിയെ കൊണ്ടുപോയി. മാമിയെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ എന്താ, പ്രസവിച്ച് കഴിഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ സംസാരിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോ കുഞ്ഞ് സംസാരിച്ചോ? കുഞ്ഞല്ല, മാമനും മാമിയും കൂടെ. മാമന്റെ മുഖമല്ലെന്ന് സംസാരമായിരുന്നു. വലിയ സംസാരമായിരുന്നു. എടി, നിന്റെ ആ ജോസിന്റെ ഫോൺ നമ്പർ ഉണ്ടോ? എന്തോന്നാ? എടി, ജോസിന് ഇന്നലെ ഡോക്ടർ പറഞ്ഞ് ശ്രദ്ധിച്ചില്ലായിരുന്നോ? ടോണിക്ക് വല്ലതും മേടിച്ചു കൊടുക്കണമെന്ന്. ജോസിന്റെ മോനല്ലേ ടോണി. ഞാൻ 2500 രൂപ സൈക്കിൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ഫോണിനോ എനിക്ക് ടോണിക്ക് മേടിച്ചായിരുന്ന കാര്യമായിരുന്നോ? 2500 രൂപ അങ്ങനെ പോയി. കൊള്ളാം. ഇങ്ങനെ പൈസ കൊണ്ട് എന്തോ അതാരാ ഈ തേക്കിന്റെ കരിയിലേക്ക് നടക്കുന്ന ഈ സമയത്ത്? നടക്കുമല്ല, ഇവിടെ നിന്ന് ബോളി തിന്നുന്ന. അത് കൊള്ളാം. എന്നാ ഇത്? ഇതിപ്പോ ഒരു പരിവാക്കില്ലത്. ഞാനുള്ള കാര്യം ചോദിച്ചിട്ട് വട്ടെ, നിങ്ങളെ ആൺകൊച്ചനാണോ പെൺകൊച്ചാണോ? ആഞ്ചർക്കനാ. ഇച്ചിരി വെള്ളം തരുമോ കുടിക്കാൻ ചേട്ടാ? ആഞ്ചർക്കനോടാണോ എന്നോടാണോ? വെള്ളം വേണോ? കുറച്ച് വെള്ളം താ. വെള്ളം ആഞ്ചർക്കനാ ഇല്ലയോ? ആഞ്ചർക്കനാ. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളേത് പെൺകൊച്ച. നല്ല കാര്യം നടക്കട്ടെ. അതിനല്ല, ഞാൻ നമുക്കെന്നാ ഇതാ കല്യാണം ഒന്ന് ഉറപ്പിച്ചാലോ? എനിക്ക് എന്റെ ചേട്ടനോടും വീട്ടുകാരോടും ഒക്കെ ആലോചിക്കാനുണ്ട്. ആലോചിച്ചിട്ട് മതി, പതുക്കെ മതി. പേട്ടോടിയിലേറെ നമ്മുടെ പെൺകൊച്ചല്ലയോ? നമുക്ക് ആൺകൊച്ചാ. നമുക്ക് ആ കല്യാണം അങ്ങനെ നടത്തിയാലോ? നിങ്ങൾ സംസാരിച്ച നല്ല കുടുംബക്കാരും വല്ലതും ആണോ ഇത്? നല്ല കുടുംബക്കാരോ? അങ്ങനെ ചോദിച്ചു നോക്ക്. ഈ തക്കത്ത് ചോദിച്ചു നോക്ക്. നമുക്കെന്നാ അതങ്ങ് നടത്താം. എന്തോ വിളിച്ചോന്നോ? അതല്ല, ഞാൻ ഡോക്ടർ പറഞ്ഞ എക്സർസൈസ് ചെയ്യണമെന്ന്. വിളിച്ചതല്ല, എക്സർസൈസ് ചെയ്താ. കൊള്ളാം. നമുക്കെന്നാ ഈ കല്യാണം ആലോചിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തോ കൊടുക്കും പെണ്ണിന്? പെണ്ണിന് എത്ര കൊടുക്കും? 5 ലക്ഷം രൂപ തരും. അത് 3 പന്തലിൽ തരും. 3 പന്തലിലായിട്ട് തരുമോ? 3 പന്തലിലല്ല, പിന്നെ 3 രൂപ പന്തലിൽ തരും. ബാക്കി 6 മാസം കഴിഞ്ഞ് തരും. 6 മാസം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് സ്വർണം എന്തോ കൊടുക്കും നിങ്ങളുടെ മോക്ക്? സ്വർണം എന്തോ കൊടുക്കും നമ്മള്? 15. 15. 15 തരുന്നത് കൊള്ളാം. 5 പവൻ മുക്കുപണ്ടം തരരുത്. അതിനെന്തോ വർത്താനം പറഞ്ഞു? നമ്മളെ കളിയാക്കുന്നില്ല.
ഞങ്ങൾ ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾ മുക്കൊണ്ടൊന്നും തരത്തില്ല. 5 ലക്ഷം രൂപ ആദ്യം തന്നോ? ഞാൻ പോലും മുക്കൊണ്ടെടുത്തില്ല. 5-3 നിങ്ങളുടെ പന്തൽ തന്നല്ലേ, കൊടുത്തല്ലേ? പിന്നെ ലാസ്റ്റ് കല്യാണം എല്ലാം കഴിഞ്ഞ് പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പം പിന്നെ കിടന്ന് എനിക്ക് വയ്യ കിടന്ന് ഒരച്ചു നോക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പോകാനൊന്നും എന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാരല്ല. നീ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു കാര്യം പറയട്ടെ, നിങ്ങളോട് പറഞ്ഞാ 3 പിന്നെ തരാമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ തരും. പാചകത്തിന്റെ കാര്യം സംസാരിക്കും. പാചകത്തിന്റെ കാര്യം പറ. പാചകം നമ്മൾ ആർക്കാ കൊടുത്തത്? സുരേണനെ വിളിച്ചാലോ? സുരേണൻ നല്ല പാചകമല്ലേ? സാമ്പാറൊക്കെ നല്ലതാണ്. കുഴപ്പമില്ല, നമ്മൾ സംസാരിക്കാലോ. അത് പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പപ്പടം വിളമ്പിയപ്പോ എങ്ങനെയായിരുന്നു? പപ്പടം എന്തായിരുന്നു കുഴപ്പം? അത് എണ്ണ തീർന്നേടിയാ. ഞാൻ പറഞ്ഞു വരട്ടെ. പപ്പടം വിളമ്പിയപ്പോ എന്റെ വീട്ടുകാർക്കൊന്നും 5, 6, 7, 8 പേർക്ക് പപ്പടം കിട്ടിയില്ല. അത് എണ്ണ തീർന്നയാന്ന്. നിങ്ങളെ പൈസയുടെ കാര്യം പറ. പൈസയുടെ കാര്യം പറയാം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പപ്പടമൊക്കെ ശരിയാക്കാം. ഞാനൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കെട്ടിയുടെ ദേഷ്യമുണ്ടോ? എന്റെ കെട്ടിയവന് ദേഷ്യമാണ്, എന്റെ മോനും ദേഷ്യമാണ്. അത് പറ. അപ്പൊ അവന്റെ ആ ദേഷ്യം വെച്ചാ ഇന്നലെ മോളെ അടിച്ചതില്ലയോ? കണ്ടില്ലെന്ന പാട്. തള്ളേ മോനെ അകത്ത് കേട്ടും. തള്ളേ മോനെ ഞാനൊരു കാര്യം പറയട്ടെ. പെണ്ണിനെ വീട്ടിൽ കെട്ടിച്ച് വിട്ടാല് മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. എന്റെ മോന്റെ മോളത്തെ അമ്മായിമൂരി അമ്മായി പോയി കാണിക്കും. അതേ പ്രവൃത്തി എന്റെ വീട്ടിൽ കൊള്ളത്തില്ലല്ലോ. ഈ പ്രശ്നം ഇത് അതിവിടെ എനിക്കുണ്ട് 3-4 പേരെ. സോമനെ വിളിക്കാം. സോമൻ സാറ് നമ്മളെ കച്ചടി വക്കീലുണ്ടല്ലോ. അത് കൊള്ളാമല്ലോ. അണ്ണാ നിങ്ങളെവിടെ? നിങ്ങൾ ഉടനെ അങ്ങാർക്ക് ഉമ്മ കൊടുക്കണം കുഞ്ഞിന്. ആണോ? ശരി സാറേ. അലപ്പ് കഴിഞ്ഞോ? പറ. അപ്പം വക്കീലിനെ ഞാൻ വിളിച്ചു. വക്കീല് പറഞ്ഞു ബന്ധമൊക്കെ വേർപെടുത്തി തരാം. അതെല്ലാം ഓക്കെ. പക്ഷെ പ്രധാന കാര്യം പുള്ളി ചോദിക്കുന്നേ, നിങ്ങൾ പ്രസവിച്ചോന്ന്. അതില്ലല്ലോ, പ്രസവിച്ചില്ലല്ലോ. അപ്പൊ എന്തോ മനസ്സിലായി? കാള പെട്ടെന്ന് കേൾക്കുമ്പോ ചാടിക്കറി കയറെടുക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. പത്തനംതിട്ട ടീം ഒരു നല്ല കൈഡി കൊടുക്കാം. രാജേഷ്, സുജിത്ത് ആൻഡ് ഹരി നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. നമുക്ക് കമന്റ്സിലോട്ട് പോയാലോ? ഓക്കെ. ബിജുക്കുട്ട ഗംഭീരമായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. എന്താ എനിക്ക് പറയാനുള്ളത്, ഈ കോസ്റ്റ്യൂം കറക്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് പറ്റിയ കോസ്റ്റ്യൂമാണ്. കാരണം ഇങ്ങനത്തെ ഒരു നൈറ്റ്, ഇങ്ങനത്തെ ഒരു തോളിലുള്ളൊരു തോർത്ത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ടർക്കി, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ വയറിനുള്ളിൽ കിടന്നിട്ട് കുഞ്ഞുള്ളി ഒരു ചവിട്ടൂലേ, അതൊക്കെ കറക്റ്റ്. സുജിത്ത് ഭയങ്കര രസമായിരുന്നു. കാരണം ഡയലോഗിന്റെ ഇടയിൽ തന്നെ ഈ സുജിത്ത് ഈ പ്രസവ വാർഡിൽ നേരത്തെ പോയിട്ടുണ്ടോ? ഇല്ല. എന്നാലും ആ ഇരുത്തം ബിജുക്കുട്ടത് പറയാൻ കാര്യം, സുജിത്ത് മസ്റ്റായിട്ട് പോകണം. കാര്യം വൈഫ് പ്രഗ്നന്റ് ആയാലും ഇങ്ങനെയുള്ള കാണണം. അല്ലേ, ഈ 3 പേരിലും അതുണ്ടായിരുന്നു അല്ലേ? 3 പേരിലും, നിങ്ങളുടെ 3 പേരിലും ആ ക്യാരക്ടേഴ്സ് കയറി വന്നിരുന്നു. നിങ്ങളുടെ 2 പേരും ഒരു ചരിഞ്ഞുള്ള ഇരിപ്പും, ഇവര് കംഫർട്ടായിരിക്കുമല്ലോ ഇരിക്കാനൊന്നും. അതെല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്ത് ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല കൗണ്ടറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ റേഞ്ചിലേക്ക് നിങ്ങൾ എത്തി വരുന്നുണ്ട്. കാരണം 2 സ്കിറ്റുകൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും അറിയാം, നമ്മളെ ഉദ്ദേശിച്ച അത്ര അങ്ങ് നിലവാരം പുലർത്തിയില്ല. കാരണം കോമഡിയിൽ ഇത്തിരി കുറവുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റിൽ നിങ്ങൾ നിലവാരം പുലർത്തി. എനിക്ക് അങ്ങോട്ടുള്ള പ്രയാണത്തിനുള്ളൊരു തുടർച്ചയാണത്. എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. കിട്ടിലെ ലൈഫുള്ളൊരു സ്കിറ്റാണ്. നല്ല ലൈഫാണ്. അതായത് നിങ്ങളുടെ ഒരു കളിയുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ കഴിഞ്ഞ 2 ഇതിനായിട്ട് വരാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെ തിരക്കാണ്. ആ തിരക്ക് എന്തുകൊണ്ടാണെന്നുള്ളത്, ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഉള്ളത് നിങ്ങൾ തെളിയിക്കുകയാണ് ഓരോ കളിയും. അതിനു മുമ്പ് ഞാൻ എടുത്തു പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്രഗ്നൻ്റായ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചേഷ്ടകൾ എന്തൊക്കെയാണോ അതെല്ലാം രാജേഷും സുജിത്തും ഒന്നും വിടാതെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുള്ളതാണ്. സുജിത്തെ ഈ കൊച്ചു കിടന്ന് തൊഴിക്കുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. അത് സുജിത്ത് എന്ത് ചെയ്തല്ലോ അതെ, അതിനകത്തൊരു മാനറിസം സുജിത്ത് കൊണ്ടുവരികയും ചെയ്യും. എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്തു. അതിനുശേഷം ഹരി വരുന്നു. ഹരി വന്നിട്ട് ഈ പറയുന്ന പോലെ അത്ര കെയറിങ് ആയിരിക്കും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ. അടുത്തുള്ള ഒരാൾ നോക്കാനൊന്നും, പിന്നെ ഒന്ന് പുകഴ്ത്തിയപ്പോൾ ഹരിയുടെ പെട്ടെന്ന് സ്വഭാവമൊക്കെ മാറി, കാല് വരെ തിരുമ്മി കൊടുത്തു. നിങ്ങളുടെ ഒബ്സർവേഷൻ ഭയങ്കര രസമായിരുന്നു. കൗണ്ടറുകൾ ഒന്നിനൊന്ന് ഗംഭീര ടൈമിംഗ് കൗണ്ടറുകളായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും മിസ്സായില്ല എന്നുള്ള നല്ല അച്ചടക്കമുള്ളൊരു സ്ക്രിപ്റ്റ്, നല്ല ലൈഫ്. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇങ്ങനെ പണിയെടുത്ത് മുമ്പോട്ട് പോവുക. കാര്യം നമുക്ക് നിങ്ങളിനി ഒരു ലെവലിൽ താഴെ ഒരു മാർക്ക് മേടിക്കാൻ പറ്റാത്ത ആർട്ടിസ്റ്റുകളാണ്. കാര്യം നിങ്ങളെ അത്രമാത്രം ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഗംഭീരമായിട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഹരി, സുജിത്ത് ആൻഡ് രാജേഷ് നല്ല ഉഗ്ര സ്കിറ്റായിരുന്നു. നാടൻ സ്കിറ്റുകൾ ചെയ്യാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു രക്ഷയില്ല.
നിങ്ങളുടെ ഒബ്സർവേഷൻ ഈ പറയുന്ന പോലെ ഗംഭീരമാണ്. 3 പേരും അടിപൊളിയായിരുന്നു. സുജിത്തിനെ കുറിച്ച് പറയട്ടെ. സുജിത്ത് ഈ പറയുന്നത് പോലെ ഒരു ക്യാരക്ടർ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 100% ആ ക്യാരക്ടറിലായിരിക്കും സുജിത്ത്. പ്രസവമായിട്ട് പോയിട്ടില്ലെങ്കിൽ കൂടിയും പലരും പറഞ്ഞുള്ളൊരു അറിവായിരിക്കാം, ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇത്ര പെയിൻ എടുക്കും എന്നൊക്കെ ഉള്ളൊരു അറിവായിരിക്കാം. അത് സുജിത്ത് വളരെ മനോഹരമായിട്ട് സുജിത്ത് അത് ഹാൻഡിൽ ചെയ്തു. അതുപോലെ തന്നെ രാജേഷും ഈ പറയുന്നത് പോലെ തന്നെയാണ്, അടിപൊളിയായിരുന്നു. ആ മാനറിസങ്ങളും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം നന്നായിട്ട് ചെയ്തു. ഹരിയുടെ ക്യാരക്ടറും എടുത്തു പറയേണ്ടതാണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന് പിടിച്ച കല്യാണാലോചനയൊക്കെ ഗംഭീരമായിരുന്നു. ഞാൻ പിടിവിട്ട് ചിരിച്ചൊരു വിറ്റെന്ന് പറഞ്ഞാൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മൂത്രം ഒഴിക്കാൻ പുറത്തിറങ്ങരുത്. പുലിക്ക് എന്തിനാണ് എന്റെ മൂത്രം? അത് ചിന്തിക്കാത്തൊരു സാധനമായി പോയി. ഗംഭീരമായിരുന്നത്. ഒരുപാട് പൊട്ടിച്ചിരികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വീണ്ടും തിരിച്ച് നിങ്ങളുടെ ആ ഈ പറഞ്ഞ പോലെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും പോരാ, എൻ്റെ അഭിപ്രായത്തിൽ ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വേണം നിങ്ങൾ വരാനായിട്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് മാർക്സിലോട്ട് പോയാലോ? മാർക്സിലേക്ക് പോകാം. അപ്പോ ബിജുക്കുട്ടൻ, ഞാനൊരു 13,000 രൂപ കൊടുക്കാം. 13,000 രൂപയാണ് ബിജുക്കുട്ടൻ തന്നിട്ടുള്ളത്. പറഞ്ഞോ. ഞാൻ ഒരു 15 രൂപ കൊടുത്തു. 15 രൂപ. അപ്പോൾ 28 രൂപ. 28 രൂപ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പ്രസവം എല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാനുള്ളത് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ദാ വരുന്നു. 70,000 rupees. നല്ല മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു എമൗണ്ട് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലുള്ള പുതുമകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനിയും ഗംഭീര സിൽവറും ഗോൾഡും എല്ലാം അടിക്കാൻ പറ്റും അല്ലേ ബിജുക്കുട്ടാ? പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. അതെ. സുഹൃത്തിന് ഒരു വിഷമമുണ്ട്, 5,000 കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഉണ്ട്. ഇല്ല വിഷമമുണ്ട്. ഹാപ്പി അല്ലേ രാജേഷേ? ഉണ്ടെന്ന് പറ. ഇനി കൂട്ടാൻ പറ്റൂല എന്തായാലും. അപ്പോ നെക്സ്റ്റ് ടൈം വരുമ്പം കൂടുതൽ ഗംഭീര പൊട്ടിച്ചിരികളും പുതിയ സ്കിറ്റുകളുമായിട്ട് വരണം. ഓക്കെ, അപ്പൊ നല്ലൊരു കൈഡ് നമുക്ക് കൊടുക്കാം. രാജേഷ്, നമ്മുടെ ഹരി ആൻഡ് സുജിത്, താങ്ക് യു. പ്രചോദനം. പുതിയ സ്കിറ്റുകളോ അല്ലെങ്കിൽ പുതിയ കോണ്ടന്റുകളുമായിട്ട് വരുന്ന ഒരു ടീമാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. യാതൊരു സംശയമില്ല, ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. നല്ല പുതിയ കൺസെപ്റ്റുകളാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പൊ വിളിച്ചാലോ? നമ്മുടെ സുധീഷ് ഉണ്ട്, പ്രസാദ് കോവള ഉണ്ട്, ഒപ്പം നമ്മുടെ സജി ഉണ്ട്. നല്ലൊരു കൈയടി. എന്താ ഇത്? അല്ല, നിങ്ങൾ വിചാരിക്കും പാറമട ജോലി ചെയ്തിട്ടുണ്ട്, അച്ഛൻ വീണു, കെട്ടിക്കാൻ പ്രായമുള്ള 3 പെങ്ങൾ, അങ്ങനെ ധനസഹായം ചോദിക്കാനല്ല. പിന്നെ എന്നും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ആദ്യം വന്ന് കണ്ടന്റ് പറയും. ഇന്ന് എനിക്ക് വയ്യ, ഒരു സിറിഞ്ച് 2 ട്രിപ്പും കഴിഞ്ഞിട്ട് വന്നെയാണ്. ഇത്തവണ കണ്ടന്റ് നിങ്ങൾ എന്നെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണം. പറയണേ, അവരോട് കേൾക്കണേ. ശരി, ഞാൻ വായിക്കണം. ബിജുക്കുട്ട, ഞാനങ്ങ് വായിക്കാണ്. ഞാനും പാറു എന്ന പെൺകുട്ടിയുമായി 5 വർഷം പ്രണയത്തിലായിരുന്നു. നാളെ അവളുടെ വിവാഹമാണ്. ആ വിഷമം മറയ്ക്കാനുള്ള ആഗ്രഹത്തോടെ ആഗ്രയിൽ വന്നതാണ് ഞാൻ. പ്രണയത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഇവിടെ അല്ലാതെ ഞാൻ ഇവിടെ പോകാൻ. പണ്ട് നാട് വിട്ടു വന്ന കൊച്ചച്ഛൻ ഇവിടെ എവിടെയോ ഉണ്ട്. സംഭവം മനസ്സിലായി? ഇനി പൊളിച്ചോ. കണ്ടന്റ് പറഞ്ഞു ഇത്ര പെട്ടെന്ന്. ദൈവമേ, ഇനി ഞാൻ പറഞ്ഞു കേട്ടണമല്ലോ. അയ്യോ, പാറുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ വീട്ടുകാർ പറയണല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും. കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചാണ്. ഇപ്പൊ ഞാൻ നാണ്ട് ഒറ്റയ്ക്ക് വന്നേക്കുന്നേ. अच्छा ना, आओ भाई, आओ इधर आओ. हाँ है हो. കേരളത്തിൽ എവിടാ? മൂങ്ങോട്. അല്ല ബാബി, ഞാൻ മലയാളിയാണെന്ന് എങ്ങനെ മനസ്സിലായി? ആ ഉമ്മി കിടന്ന് മുക്കിയപ്പോ മനസ്സിലായി മലയാളിയാണെന്ന്. ദൈവമേ, ഞാൻ ഇതെവിടെ പോയാലും ഞാൻ പിടിക്കപ്പെടുമല്ലോ ഈശ്വരാ. ആണോ നീ? മാധവൻകുട്ടി. എനിക്ക് കിട്ടിയില്ലല്ലോ. എന്തുവാ? മോദം കിട്ടിയെന്ന് പറഞ്ഞു. മോദം കിട്ടിയെന്നല്ല, മാധവൻകുട്ടി. മാധവൻ എന്നാണ് എന്നെ വിളിക്കണത്. എന്താ കാര്യം? ഞാൻ കേരളം വിട്ട് വരുവാ. ഈശ്വരാ, ഇനി ഞാൻ ഓണാവധിക്ക് എവിടെ പോവും? എവിടെ പോയി ഞാൻ ഊഞ്ഞാല് കെട്ടിയാടും? എന്താന്ന് നീ കേരളം വിറ്റെന്ന് പറഞ്ഞു. അയ്യോ, കേരളം വിട്ടിങ്ങോട്ട് വന്നെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയായിരുന്നാ? എന്റെ സമയം ശരിയല്ലണ്ണാ. ശരിയാ, നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ സമയം ശരിയല്ല. നീ അതൊക്കെ
ഇത് കണ്ട ഇതിന്റെയൊക്കെ ബിസിനസ് അല്ലേടാ മക്കളെ. വാച്ച് കച്ചവടക്കാരനായിരുന്നോ? പിന്നെ അത് മാത്രല്ല വേറെ ഉണ്ട്, കയ്യിൽ കെട്ടി നോക്ക്. എത്ര ഇത്? ഇത് 150 രൂപ. ഇനി മുതൽ നിന്റെ സമയം നല്ല സമയമായിരിക്കും. ഒരു മലയാളി ഇങ്ങനെ ഒരു മലയാളിയെ പറ്റിക്കൽ, അത് 150 രൂപ ഊച്ച വാച്ചും തന്നിട്ട്. അയ്യോ അല്ലല്ല, നല്ല വാച്ചാടാ. എന്റെ കീ ബട്ടൺ ഒന്ന് അമർത്തി നോക്ക്, പാട്ട് കേൾക്കാം. നിങ്ങൾ ആരാണ്? ഞാൻ ഷഫീഖ്. എന്നെ എല്ലാരും ഷഫീഖ് എന്ന് വിളിക്കും. ഫെവിക്വിക്ക് എന്ന് വിളിക്കൂ? ഷഫീഖ് പിന്നെ പറഞ്ഞു ഷെഫീഖ്. ആ നീ എന്താ സംഭവം വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വേണ്ടേ? അല്ലല്ല, ഇനിയും മാറ്റർ പറഞ്ഞ ആവർത്തന വിരസതയാവും, വേണമെങ്കിൽ വായിച്ചെടുത്തോ. ഓ ഇതാണ് സംഭവം. സാധാരണ പ്രണയം വിജയിക്കുമ്പോഴൊക്കെ ഇവിടെ ഓരോരുത്തരും ഒന്ന് ആഘോഷിക്കാൻ വരും. എടാ നിന്റെ പൊട്ടിപ്പൊളിഞ്ഞ പ്രേമം കൊണ്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അണ്ണ പ്രണയിച്ചാലേ പ്രണയത്തിന്റെ വില അണ്ണൻ മനസ്സിലാവും. ആര് പ്രണയിച്ചില്ലെന്ന്? അണ്ണ ഞാൻ പ്രണയിച്ചില്ലെന്നാ. എടാ എനിക്ക് നാട്ടിൽ വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം അവളെ വീട്ടിൽ പൊക്കി. അയ്യോ അവളെ അച്ഛയും സഹോദരയും ആങ്ങളെ പെങ്ങളുടെ പൊന്നി. രാത്രിയാകുമ്പോ അമ്മ എല്ലാം കൂടി ഭയങ്കര തെറിവിളി. അവക്കൊരു നേഴ്സ് ചേച്ചിയുണ്ട്, അവര് തെറിവിളിയാണ് കേൾക്കാൻ സഹിക്കാൻ പറ്റും. അണ്ണൻ പറയണം, മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറയണം. ഞാൻ പറഞ്ഞെന്നാ പെങ്ങച്ചിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കുന്ന അല്പം സ്വല്പം സ്നേഹത്തോടെയൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ജോലി കഴിഞ്ഞു വരും. ആര്? എടാ മാന്യതയോടെ സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങിയാ പിന്നെ ഞാൻ അവളെ അങ്ങ് വിളിച്ചോണ്ട് രണ്ടു പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ അങ്ങ് താമസിക്കല്ലേ. അപ്പൊ അനിയത്തിയോ? അവളല്ലേ ഇപ്പൊ തെറി വിളിക്കുന്നത്. എന്തിന്? ഇവളെ കട്ടിയുണ്ട്. അയ്യോ എന്തോരം നാണം കണ്ട കുടുംബമാണെന്ന് നോക്കേണ്ടത്. നിന്റെ പ്രണയം പൊളിയോടാ. നിന്റെ പ്രണയം പൊളി. അത് ദൈവികമാണ്. ദൈവികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രണയം ഒന്നും പൊളിയത്തില്ല. എനിക്ക് അന്ന് ദൈവത്തിന്റെ സൃഷ്ടികളെ ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? ഈ രാത്രി പറന്ന് നടക്കണം മിന്നാമിനിയുടെ മൂട്ടിൽ ലൈറ്റ് ഉണ്ട്. അതെന്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് മനുഷ്യർക്ക് തന്നൂടാ? രാത്രി വീട്ടിൽ പോണെങ്കിൽ നമുക്ക് ആരെ ആശ്രയം വേണ്ട, ഇങ്ങനെ കത്തിച്ചോണ്ട് അങ്ങ് നടന്നാ പോരെ. അതും പോരാന്നിട്ട് രാത്രി ഓരോരുത്തന്മാര് മതിരി ആടുമ്പോ നമുക്ക് കണ്ടുപിടിക്കാം ഇതാ മെമ്പറിന്റെ മിനുക്കല്ലേ, അത് സുനിയുടെ മിനുക്കല്ലേ. അങ്ങനെ അതും പോട്ട് മിമിക്രിക്കാർക്ക് ഭയങ്കര ഉപകാരമല്ലേ. LED വാള് വേണ്ട, തിരിഞ്ഞ് പേര് ഇതിലങ്ങ് എഴുതി കാണിച്ചാൽ ദൈവത്തിന്റെ സൃഷ്ടി ശരിയല്ല. ഞാൻ പറയും ദൈവത്തിന്റെ സൃഷ്ടി നല്ലതാന്ന് ഞാൻ പറയും. എന്ത് പറയും? എടാ നമുക്ക് എന്താ മനുഷ്യർക്ക് ദൈവം വിരലുകളൊക്കെ തന്നിട്ടുണ്ട്. ആനയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പശുവിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അഥവാ ആനയ്ക്ക് വിരൽ കൊടുത്തെന്ന് വെച്ചോ, ഈ മതമുള്ള സമയത്ത് ആന നമ്മളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചവരിൽ ചേർത്ത് വെച്ച് ഇടിക്കണ രംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ അത് ഭയങ്കര ചിന്തയായി പോയല്ലോ. നടക്കാൻ ചെല്ലുമ്പോ പശു ചെവുക്കൽ നോക്കി അടിക്കി നോക്കി നോക്ക്. അയ്യോ അതും ഭയങ്കര ചിന്തയല്ല. അതാ ഞാൻ പറഞ്ഞത് ആ ദൈവത്തിന്റെ സൃഷ്ടി നല്ലതാ. നല്ല സൃഷ്ടിയാണ്. അതെ. എന്റെ കൊച്ചച്ഛൻ ഇവിടെ ഞാൻ കാണുവാ, നീ ഒന്ന് കണ്ടുപിടിച്ച് തരണേ. എന്റെ കൊച്ചിച്ചന്റെ പേര് പറയടാ. എന്റെ കൊച്ചച്ഛൻ നാണ്ട് ഇവിടെ ഉണ്ട്. കണ്ടാ പറയൂലേട്ടാ. എന്തുവാ? നീ ഇങ്ങനെ ചേട്ടന്റെ മോനാണെന്ന്. ആരുടെ? എടാ ഇത് എന്താണെന്ന് അറിയാമോ? താജ്മഹല്. ഇത് പ്രണയത്തിന്റെ സ്മാരകമായിട്ട് ഷാജോൺ നിർമ്മിച്ചതാണ്. ഷാജഹാൻ നിർമ്മിച്ചതാണ്. ആണ്. എന്റെ കൊച്ചച്ഛൻ ഇവിടെ നടക്കുന്നു. കൊച്ചിന്റെ പേര് പറടാ. മോഹനൻ. മോഹൻജി. മോഹൻജിന് ചേട്ടന്റെ മോനാ. എന്റെ പൊന്നേ ഈ ചെറുക്കന്റെ അടുത്താണ്. മക്കളെ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്കൊന്നും വേണ്ടെണ്ണ. എടാ വേണമെന്ന് പറഞ്ഞാലും ഒന്നുമില്ലല്ലോ തരാൻ. ഈ ദൈവമേ ഈ ചെറുക്കന് ഞാൻ ഇപ്പൊ എന്ത് കൊടുക്കും ഈശ്വരാ? ഒരു കാര്യം ചെയ്യ്, അണ്ണ എനിക്ക് ഒരു ഹിന്ദി പഠിപ്പിച്ചു തരുമോ? നിനക്ക് ഏത് ഹിന്ദി വാക്കാ അറിയേണ്ടത്? എനിക്ക് ആഹാരം ഇവിടെ ഒന്ന് ചോദിക്കണല്ലോ. അന്നം കാന. ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് കൊച്ചൻ വരും അങ്ങോട്ട് പോ എന്ന് പറയുന്നതിന് എന്താ പറയണം? അങ്ങോട്ട് പോകണം. ഇതറാവോ മതി. എനിക്കായി ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് എന്നെ വിളിക്കണമെങ്കിലോ? ഇതറാവോ. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കണമെങ്കിലോ? ഇതറാവോ. അപ്പൊ എങ്ങോട്ടെങ്കിലും പോണോന്ന് പറയണമെങ്കിലോ? ഇതറാവോ. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇയാൾക്ക് ഇതറാവോ എന്ന് മാത്രം അറിയാം, വേറെ ഒരു ഹിന്ദി അറിഞ്ഞൂടാ. മോഹൻജി നോയിക്കൊണ്ടിരിക്ക ഉമ്മ വേടാ. എന്നെ അല്ല എടാ അങ്ങനെ കയ്യിൽ ഉമ്മ വയ്ക്കാൻ. അയ്യോ ഇതിന്ന് എന്ത് മനസ്സിലായി? ഡാല് കറി ഉണക്കമീൻ നിന്ന് ഏതോ എടാ ഇതാണ് മോഹൻജി. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് മലേഷ്യക്ക് ഒരു പുതിയ കൊട്ടേഷന് പോവുകയാണ്. ഞാൻ കൊട്ടേഷന് പോയ കാര്യം ആരും അറിയരുത്. ഞാൻ നീ മാത്രമേ അറിയാവുള്ളൂ. പറഞ്ഞല്ല അല്ല ബംഗാളി അറിയുന്നതിന് ഞാനെന്തോ കേട്ടത്. ബംഗാളി അല്ലാതെ ചേട്ടന്റെ മോൻ. നിനക്ക് ഇത്രയും വലിയ ചേട്ടന്റെ മോൻ ഉണ്ടാടാ? അയ്യോ എന്റെ അല്ല, നിങ്ങളെ ചേട്ടന്റെ മോൻ. എന്റെ എന്നെ താജ്മഹാളിൽ ഇറങ്ങി പോടാ. കൊച്ചച്ച ഫോൺ വിളിച്ചപ്പോ വാ എല്ലാം പരിഹരിക്കാന്ന് പറഞ്ഞല്ലേ വിളിച്ചത്? അത് ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ. ഹലോ ഇത് നിങ്ങളെ ചേട്ടന്റെ മോനല്ല. അവനൊരു കയ്യബദ്ധം പറ്റി. അവനൊരു പെണ്ണിനെ സ്നേഹിച്ചു. ആ പെണ്ണ് വേറൊരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവൻ വിഷമം കൊണ്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങളല്ലേ സഹായിക്കണത്. അത്രയല്ലേ നീ ഇവരും അറിഞ്ഞുള്ളൂ. ഓ എടാ പെണ്ണിന്റെ കല്യാണം മുടങ്ങിയെന്ന്. കല്യാണം മുടങ്ങി. പാറു
എനിക്ക്. പാറു നിനക്കല്ല, എടേ ആ പെണ്ണ് വേറെ എവന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അയ്യോ എന്റെ പാറു അങ്ങനെ ചെയ്യൂല. എന്റെ പാറു തന്നെ അങ്ങനെ ചെയ്തത്. ഇപ്പൊ അവളെ വീട്ടുകാരെല്ലാം കൂടെ വിചാരിച്ചു വെച്ചേക്കണത് അവളും ഇവനും കൂടെ ഇവിടെ താജ്മഹാലെ ചുറ്റി കാണാൻ വന്നെന്ന്. അയ്യോ എടാ കേരളം മൊത്തം എന്നെ ഇടിക്കാൻ വേണ്ടി പറഞ്ഞടാ. അതുകൊണ്ടല്ലേ മലേഷ്യയിൽ കൊട്ടേഷൻ ഉണ്ടോന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ മുങ്ങാൻ പോയത്. കൊച്ചച്ചാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേ, പാറു എല്ലാ പെണ്ണുങ്ങളെയും പോലെ അല്ല. 24 മണിക്കൂറും പ്രണയിക്കുമ്പോ വിളിക്കൂല, സിനിമ കാണാൻ പോണോന്ന് പറയൂല, ബീച്ചിൽ പോണോന്ന് പറയൂല. ഈ 5 വർഷമായിട്ട് എന്റെ പ്രൈവസിയിൽ അവള് നുഴഞ്ഞു കയറിയിട്ടില്ല. എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? എന്തുവാ? ഈ 5 വർഷം കൊണ്ട് അവളെ പ്രൈവസിയിലേക്ക് ആരോ നുഴഞ്ഞു കയറി. അയ്യോ എടാ ഷെബീക്കെ, ചോളം പുഴുങ്ങായിട്ടാ. ഓളം പെടുന്നായിട്ടില്ല. എന്നാ ഈ കിഴങ്ങിനെടുത്ത് അതിലിട്ട് പുഴുകടാ. കൊച്ചച്ച അങ്ങനെ പറയല്. കൊച്ചച്ച ഇവിടുത്തെ അണ്ടർവേൾഡ് കിങ് അല്ലേ? അണ്ടർവെയർ ആക്കാൻ പൈസ ഇല്ല, പിന്നെയാണ് ഞാൻ അണ്ടർവെയറിൽ കിങ്. ഇടാ നിനക്കറിയാമോ, തോണ്ട് അവിടെ ഇരുന്ന് ചുക്കാപ്പി കച്ചവടം എനിക്ക് തോന്നി ആ തോട്ടിന്റെ കരയിൽ. അത് തോടല്ലല്ലോ, കുളമല്ലയോ? അയ്യോ ദൈവമേ, കൊച്ചിച്ചനും മോനും കൂടെ ചേർന്ന് യമുന നദിയെ കുളം ഞാൻ എന്തിനു പറയാ? നിങ്ങളല്ലേ പറഞ്ഞത് കൊച്ചച്ചനെ കണ്ടുകഴിഞ്ഞാൽ എല്ലാരും ഓടുവന്ന്. ഞാൻ ഇങ്ങനെ ഓടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും പൈസ അടഞ്ഞു ചോദിക്കും. അതുകൊണ്ട് എല്ലാവരും ഓടിക്കളയോടാ. ആണോ? നിങ്ങൾ ഓടാത്ത എന്താ? എന്റെ പൈസ ഇല്ലെന്ന് അങ്ങനെ അറിയാലോ. ആണോ കൊച്ചച്ച, നിങ്ങൾ ഇവിടുത്തെ ഭയങ്കര കോടീശ്വരനല്ലേ? ഞാനാ എടാ OLX മുറിവീടിക്ക് ഓർഡർ കൊടുക്കണ ഒരേ ഒരാളെ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് എവിടെ വേണ പൈസ? നീ പോടാ ഇവിടെ. നീ നിന്റെ അച്ഛൻ എന്റെ കൺമുമ്പ് കണ്ടുപോകല്ലോ. ഇവന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു പണി തന്നു. എന്ത് പണി? ഞാനും ഇവന്റെ അച്ഛനും കൂടെ കൃഷ്ണൻകുട്ടി മാമന്റെ വീട്ടിൽ TV കാണാൻ പോകും. ഇവന്റെ അച്ഛന്റെ നോട്ടം മൊത്തം കൃഷ്ണൻകുട്ടി മാമന്റെ കൊടുക്കയില്, കൈ ചേർന്ന കൊടുക്കയിലാണ് പൈസ. ഒരു ദിവസം കറണ്ട് പോയ സമയത്ത് ഇവന്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി മാമന്റെ കുടുക്കയും മുടിച്ചുകൊണ്ട് പോയി. നാട്ടിൽ മൊത്തം പാട്ടായി. മോഹനൻ കൃഷ്ണൻകുട്ടി മാമന്റെ കുടുക്കം മോട്ടിച്ചെന്നു. അയ്യോ, അവസാനം എനിക്കൊരു പേര് വന്നു, കുടുക്ക മോഹൻ എന്ന്. ആ നാളെ സഹിക്കാൻ പോയത് ഞാൻ ഇങ്ങോട്ട് കള്ളവണ്ടി കയറിയത് അറിയാമോ? എന്നാലും പ്രണയിക്കുന്നവരെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തോളാം. നിങ്ങൾക്ക് പ്രണയിക്കാത്തോണ്ടാണ് നിങ്ങള്. ഞാൻ പ്രണയിക്കാത്തോണ്ട് ഇതെന്തെന്ന് അറിയാവിടെ എന്നെ പോലെയുള്ള പ്രണയിക്കുന്നവർക്കുള്ളതാണ്. ഞാൻ ഇവിടെ വന്നു, കള്ളവണ്ടി കയറി ഇവിടെ വന്നു. എന്നെ കൈ പിടിച്ചു നിർത്തി എന്റെ ബോസ്. അദ്ദേഹത്തെ വഞ്ചിക്കാതെ അദ്ദേഹത്തിന്റെ മോളെ ഞാൻ പ്രേമിച്ചു. അതെങ്ങനെയാണ് വഞ്ചിക്കാതെ മോളെ പ്രേമിക്കുന്നത്? അതല്ലല്ലേ ഇവിടുത്തെ വിഷയം. സരിത ബേട്ടി, അവള് ഞാൻ നല്ല പ്രേമമായിരുന്നു. അവൾ മരിച്ചു പോയടാ. മരിച്ചുപോയി. അവിടെ ഒരു തെങ്ങ് വെച്ചു, ആ തെങ്ങ് വളർന്നു. ഇപ്പൊ മഴയത്തും മഞ്ഞത്തും ഞാൻ ആ തെങ്ങിന്റെ മുട്ടിൽ പോയി നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതെന്തിനാ നിങ്ങൾ മഴയത്ത് തെങ്ങ് ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്? തെങ്ങായിരുന്നാലും മഴ നനയുന്ന സൈതാപേട്ടയെ കാണാൻ ഒരു സുഖം. നിങ്ങൾ കൂടെ കഥയൊന്നും കേൾക്കണ്ട. എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും മാമ. ഒരിക്കലും ഇല്ല, ഇവരെ ഞാൻ രക്ഷപ്പെടുത്തില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ? ടെൻഷൻ അടിക്കാതെ നിങ്ങൾ എനിക്ക് ദൈവമേ, 10-20 പേരാണ് നടന്ന് വരുന്നത്. 10-20 പേര് നടന്ന് വരുന്നതാ. അതുകൊണ്ട് അവിടെ വരുന്നത്. ഇവിടെ ആരും ഇല്ലല്ലേ? അപ്പൊ BP താന്ന് എനിക്ക് ടെൻഷൻ കാരണം BP താന്നേ. മരുന്ന് അയ്യോ എനിക്ക് BP താന്ന്, BP താന്ന്. ചേർക്കാൻ നിൽക്കുന്ന ആവശ്യമൊന്നും വിളിച്ച് പറയരുത്. എന്റെ കാര്യം ചോദിക്ക്. പിന്നെ ആ വന്ന ആൾക്കാർ നോക്കി നോക്ക്. 10 പേര് പോയടാ. ഇപ്പഴാ 8 എണ്ണം പോയി. ഇനി 2 പേരേ ഉള്ളൂ. അത് നമ്മൾ 2 പേരും പിന്നല്ലാതെ. ഇവനെ BP താപ്പിക്കാൻ എങ്ങനെയുണ്ട് കൊച്ചച്ച? സുഖമുണ്ടടാ. ഞാൻ ഇവിടെ നിന്നോട്ടെ കൊച്ചച്ച. നീ ഇവിടെ തന്നെ നിക്കണം. കൊച്ചച്ചനെ രക്ഷിക്കും. അവരൊക്കെ വന്ന് ഇടിച്ചിടുവോ? അവനെയൊക്കെ സൂപ്പർമാനെ പോലെ ഇടിക്കോടാ ഞാൻ. അപ്പൊ ഇവിടെ നിന്നോട്ടെ. ഇവിടെ നില്ലടാ. ഇവിടെ നിന്നോളാം പറഞ്ഞു. ഇവിടെ നിന്നോളാം പറഞ്ഞു. ഞാൻ സ്വന്തമായിട്ട് അങ്ങോട്ടാക്കും. ഇവിടെ നിന്നോളാം പറഞ്ഞു. ഞാൻ ബാഗ് കൊടുത്തിട്ട് പോട്ടെ. എവിടെ പോവാ? കൊച്ചച്ചന്റെ വീട്ടിലോട്ട്. എന്തിന്? കൊച്ചച്ചൻ രക്ഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ നീ ഇവിടെ സെറ്റ് ആവുമ്പോ ഞാൻ ഇവിടെ തെറ്റാൻ പോവാ. അതെ, ഞാൻ കാര്യം പറഞ്ഞോട്ടെ. അവൻ പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളെല്ലാം ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട്. എടാ അവൻ എന്റെ ചോരയല്ലേടാ. ഇനിയിപ്പോ 100 പേര് വന്നാലും ഞാൻ ഇടിച്ചു കൊടുക്കും. അതങ്ങനെ ശരിയാവും. എടാ അവന്റെ അച്ഛനെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല. മോനെ കൊണ്ടെങ്കിലും ഞാൻ മുതലാക്കൂടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. കണ്ട അവന്റെ ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ. അവൾ അച്ഛൻ അബ്കാരി കോൺട്രാക്ട് ഇട്ടിങ്ങനെയാണ്. കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപ തരുമെന്ന്. 1 ലക്ഷം? 10 ലക്ഷം തന്നാലും എന്റെ ചെറുക്കനെ ഞാൻ വിട്ടുകൊടുക്കൂല ആർക്കും. അത് ഞാൻ അറിഞ്ഞ നിങ്ങൾ ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുന്നു. ഇത് കണ്ടപ്പോ തന്നെ ഞാൻ അവർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. ദൈവമേ, എല്ലാം കൂടി കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമല്ലോ. എന്തിനാ ഒറ്റ കൂടെ തന്നെ ഒരു പാഴുപോക 1 ലക്ഷം രൂപ തോന്നിയപ്പോ കളിക്കാൻ കാര്യം. ഞാൻ ഒരു കാര്യം പറഞ്ഞു ഷെഫീഖക്ക. എന്തുവായാലും ഷാജഹാൻ ഇതുപോലെ മുംതാസിന് ഒരു സൗധം പണിഞ്ഞു. ഈ കിട്ടണ പൈസക്ക് ഇക്കെ ഇതുപോലൊരു സൗധം പണിയണം. നിനക്കാണാ? എനിക്കല്ല, കൊച്ചത്തിന്. അപ്പൊ നീയാ? ഞാൻ ഓടാൻ പോവുമല്ലേ? സുധീഷ്, പ്രശാന്ത്, സജി, നല്ലൊരു കൈഡി കൊടുക്കാം. നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമുക്ക് കമന്റ്സിലോട്ട് പോയാലോ? ഓക്കെ ബിജുകുട്ടാ,
സുധീഷേ, പ്രസാദേ, സജി നല്ല സ്കിറ്റായിരുന്നു കേട്ടാ. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല എന്താ പറഞ്ഞ ഒരു ഗ്യാപ്പും ഇല്ലാതെ നിങ്ങൾ ഓരോടത്തും നമുക്ക് എന്താ ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതെ നിങ്ങൾ പടപടാന്ന് ആദ്യം തുടങ്ങി അവസാനം വരെയും നന്നായിട്ട് കളിച്ചേട്ടാ. അത്യാവശ്യം തമാശകളുണ്ടായിരുന്നു. സജിനെ സമ്മതിക്കണോട്ടോ. സജി എത്ര സ്പീഡിൽ പറഞ്ഞാലും നല്ല ലെജിബിളായിട്ട് അത് കൊണ്ടുപോകാനുള്ളൊരു പക്വത ശരിക്കും സജിക്കുന്നുണ്ട്. സജി അതിപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മളിവിടെ സ്കിറ്റുകൾ കാണുന്നതാണല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ സജി എല്ലാ സ്കിറ്റിലും അത് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. 3 പേരും പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്നെല്ലാം പറഞ്ഞത് സജിയുടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണത്. നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് വരും നല്ല കണ്ടന്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ താജ്മഹൽ ഒക്കെ കാണിച്ച് അതിനോടനുബന്ധിച്ചുള്ള സ്കിറ്റ് ആയതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെ നന്നായിട്ട് വരിക. കുറച്ചും കൂടി ഹ്യൂമറായിട്ട് ചിന്തിക്കുക, കുറച്ചും കൂടി ഹ്യൂമർ കൂട്ടി ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നല്ല ടെമ്പോ സ്കിറ്റ് ആയിരുന്നു. നല്ല, അതായത് നിങ്ങളൊരു എന്താ പറയുന്നത്, എങ്ങനെ ഒരു എനർജി ഉണ്ടാക്കാവോ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം അസുഖം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമായിട്ടും അത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾക്ക് 2 പേർക്കും പ്രശ്നമായിരുന്നു. അത് നിങ്ങളുടെ കളി തന്നെ കാണാൻ കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ക്ഷീണം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളും പൂന്ത് വളരുന്ന ആൾക്കാർ. എന്തായാലും അസുഖങ്ങളൊക്കെ മാറി പെട്ടെന്ന് മാറട്ടെ, പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്തതിന് എന്തായാലും നമുക്ക് പൊളിക്കാം കേട്ടോ. പ്രാർത്ഥിക്കാം. നന്നായിരുന്നു. നല്ല അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു പ്ലേ നന്നായിരുന്നു. പിന്നെ എനിക്ക് ടോട്ടലി തോന്നിയത് നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടെമ്പോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ സുധീഷ് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ടോട്ടലി പ്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നത് അത്ര അല്ലെങ്കിലും ഇത് കുഴപ്പമില്ലായിരുന്നു. ഇത് കുഴപ്പമില്ലാത്തൊരു സ്കിറ്റ് തന്നെ ആയിട്ട് തോന്നിയത്. ഓവറോൾ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനുള്ളൊരു ഡെഡിക്കേഷൻ ഇന്നും പെർഫോം ചെയ്യണം എന്ന് നമ്മൾ അറിയാം. നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറഞ്ഞാണ് ഇന്ന് നിങ്ങൾ പെർഫോം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. പക്ഷേ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് അറിയിച്ചു, അല്ല ഇന്ന് തന്നെ ഞങ്ങളിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ചെയ്തൊരു സ്കിറ്റാണെങ്കിൽ അതൊന്നും ഇവിടുന്ന് പുറത്തുനിന്ന് നോക്കുമ്പം നമുക്ക് കുറച്ച് പേർക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ. പക്ഷേ കുഴപ്പമൊന്നും തോന്നിയില്ല. അത് നിങ്ങളുടെ എൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് ഇനിയും വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് മാർക്കിലോട്ട് പോയാലോ? പ്രജോ, ഞാൻ ഒരു 10,000 രൂപ കൊടുക്കും. ഓക്കെ, അപ്പോൾ 10,000 രൂപ പ്രജോത് തന്നിരിക്കുകയാണ്. ഞാനൊരു 15,000 രൂപ തരുന്നു. അപ്പോൾ ഇപ്പം തന്നെ 25,000 രൂപയായി. ബാക്കി പിച്ചുകൂട്ടൻ, ബാക്കിയുള്ളത് ഞാൻ അയച്ചിട്ടുണ്ട്. പിടിച്ചോ, അവിടെ ഉണ്ടാവും 40,000 രൂപ. മോശമല്ലാത്ത ഒരു എമൗണ്ടാണ്, കുഴപ്പമില്ല. അത് നിങ്ങളുടെ മേലഴിക നമുക്ക് മനസ്സിലാവുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചുകൂടെ പൊട്ടിച്ചിരികളും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തല്ലേ പറഞ്ഞത്? അതെ, തീർച്ചയായും. അതെ, അപ്പം നല്ലൊരു കൈഡ് കൊടുക്കാം. സുധീഷ്, നമ്മുടെ പ്രസാദ് ആൻഡ് സജി, താങ്ക് യു സോ മച്ച്. പ്രജോദയ ബിജുക്കുട്ട, അടുത്ത ടീമിനെ വിളിച്ചാലോ? തീർച്ചയായിട്ടും. അടുത്ത ടീമിൽ 2 പേര് നമ്മുടെ ഇവിടുത്തെ സ്ഥിരം കക്ഷികളാണ്. ഇതിനോടകം തന്നെ അവരുടെ കഴിവുകളെല്ലാം തെളിയിച്ച് പ്രേക്ഷകർ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. ഒരാള് പുതിയതാണ്. അതാണ് പുതിയൊരാളെയും കൂടെ ചേർത്ത് നമുക്ക് അങ്ങോട്ട് വിളിക്കുകയാണ്. ഒന്ന് നമ്മുടെ വിഷ്ണു, ഒന്ന് നമ്മുടെ ചിഞ്ചുറാണി, ഒപ്പം പ്രസാദ് കരുനാഗപ്പള്ളി. പാട്ട് പാടി ഉറക്കിയോ? ഒരുപാട് പാടുപെട്ട്. പാവം പാട്ട് കേട്ട് പേടിച്ചുറങ്ങി കാണും. അച്ഛാ, ഓ, കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ. എന്നാ? കുഞ്ഞിനെ ഒന്ന് പിടിക്കാൻ. അങ്ങനെ തന്നെ വിളിച്ചത്. അല്ല, കൊടുത്തിറങ്ങി രാവിലെ എങ്ങോട്ടാ? എന്റെ പൊന്നു മോളെ, അച്ഛന് രാവിലെ തൊട്ട് കാലിന് ഭയങ്കര വേദന. ആ ജില്ലാശുപത്രി വരെ പോകാൻ ഇറങ്ങിയതാ. അവിടെ ഭയങ്കര തിരക്കും. അച്ഛാ, അച്ഛൻ പോയി കഴിഞ്ഞാലേ ഞാനും കുഞ്ഞും തന്നെ ഇവിടെ ഉള്ളൂ. കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് അമ്മ ഇന്ന് വരുമെന്നാ പറഞ്ഞേക്കുന്നേ. നാ മുതലിനെ പരിചയപ്പെട്ടിട്ട് അങ്ങ് പോവാം. അല്ല, കണ്ട് പരിചയപ്പെട്ടിട്ട് അങ്ങ് പോവാം. ഞാനൊരു കാര്യം പറയാം. അച്ഛന്റെ ഉടായ്പ വേലത്തിലൊന്നും ആ തള്ളയെടുത്ത് എടുത്തേക്കരുത്. നാട്ടുകാര് മുഴുവൻ പറയുന്നതേ അവര് മറുമാടി തള്ളയാന്നാ. ഒരു കാര്യം ചെയ്യും, അച്ഛന്റെ ഉടായ്പൊക്കെ ഇന്നത്തോട് നിർത്തി. നാളെ തൊട്ട് അച്ഛൻ പുണ്യസ്ഥലങ്ങളായ കാശി, രാമേശ്വരം എന്നീ സ്ഥലങ്ങളിൽ പോയി മുങ്ങിക്കുളിച്ച് പാപങ്ങളെല്ലാം ഒഴുക്കിക്കളയും.
ഈശ്വരാ, എന്റെ അച്ഛൻ നന്നായി. എന്നിട്ട് അതുവഴി നേരെ പട്ടായക്ക്. എന്നാന്ന്? അല്ല, അവിടെ ഉണ്ടല്ലോ ധ്യാന കേന്ദ്രങ്ങൾ. ചുരുക്കി പറഞ്ഞ സമാധി പട്ടായല്. എന്താച്ചാ? ആണ്ട ഡ്രിങ്ക് പട്ടിയായിട്ടൊരു ശിവകാമി ദേവി വന്നിരിക്കുന്നു. ഞാൻ ശിവകാമി ഒന്നുമല്ല, വൈദ്യത്യാ. രാവിലെ വീട്ടിൽ വന്ന് തെറി പറയത് കേട്ടോ. ഇവിടെ പ്രസവരക്ഷയ്ക്ക് വന്ന വൈദ്യത്യാന്ന്. പ്രസവരക്ഷയ്ക്ക് വന്ന വൈദ്യാറ്റിയാന്ന്. അല്ല, ഇതെന്തോ എല്ലാരും കൂടെ ഇവിടത്തെ 20 രൂപയുടെ ചോറ് കൊടുക്കുന്നു. ഇരിക്കുന്ന ആരൊക്കെയാന്ന് മനസ്സിലായോ? അറിയാം, മഞ്ജു. നിങ്ങൾക്കത് ചിഞ്ചു മഞ്ജു ആയിരിക്കും. പക്ഷെ ഈ നാട്ടിലെ ഏറ്റവും വലിയ 2 CCTV ക്യാമറകളായത്. അങ്ങനെ ഒരു ടോക്ക്. അതെ, ഈ നാട്ടിലെ ഇല്ലാത്തതും കൊല്ലാത്തതും എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ നാട് മുഴുവനും വൈറലാക്കുന്ന ആരാ? ഈ ഇരിക്കുന്ന 2 മുതലുകള്. മക്കളെ മനസ്സിലായോ? നടുക്കിരിക്കുന്ന ആളിനെ മനസ്സിലായില്ല എനിക്ക്. റീല് താരമാ. പിന്നെ ഇവന്റെ ടുക്കുട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവന്റെ ബുള്ളറ്റ് വണ്ടിക്ക് ടുക്കുട്ടൊക്കെ ബുള്ളറ്റ് വണ്ടി. കഴിഞ്ഞ ആഴ്ച ഈ ചെറുക്കനെ നമ്മുടെ പിറവത്തൂടെ ഒരു ബുള്ളറ്റിനകത്ത് ഒരു പെണ്ണിനെ വെച്ചോണ്ട് ഇങ്ങനെ ചീറി പാഞ്ഞു പോകുന്നത് കണ്ട് അവളാന്ന് അവന്റെ പുറത്തോട്ട് കമന്തടിച്ചിട്ട് കിടക്കുന്നു. അതിന്റെ കുറെ ലോഡിങ് തൊഴിലാളികൾ കൂടെ ഓടി വരുന്നു. അതെന്തിനാ ലോഡിങ് തൊഴിലാളി വന്നേ? അവര് വിചാരിച്ച ആന്ധ്രയിൽ അരിയും ചാക്കും കൊണ്ടുവന്നേ. ചിലപ്പോ അങ്ങനെയൊക്കെ വരും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ ജോലിക്ക് വന്നാണോ? ആണ്. അവിടെ ഇന്ന് എസ് പറയാതെ ഇങ്ങോട്ട് കയറി വാ. ഇളവനത്ര റെഡിയല്ലെന്ന് തോന്നുന്നു. അമ്മേനെ 2 ദിവസമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ആണല്ലയോ? അത് ശരി. എന്റെ പൊന്നുമക്കളെ, ഇതെന്റെ 178ാമത്തെ പ്രസവമാ. എന്റെ ദൈവമേ, ഇതൊക്കെ ഒരു ആഡംബരം അല്ലേ? എന്തുവാ? നാം 2 നമുക്ക് 2 സർക്കാർ പറഞ്ഞേക്കുന്നേ. അല്ല, അമ്മയുടെ നെറ്റിക്ക് എന്താ ഈ സൈഡ് ഇങ്ങനെ വീർത്തിരിക്കുന്നത്? ഒന്നും പറയണ്ടാടി മക്കളെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മമ്മട്ടി ഇങ്ങനെ മലന്നടിച്ചിട്ട് കിടക്കുന്നു കേട്ടോ. ഞാൻ കാലുകൊണ്ട് ചവിട്ടി നിവർത്തതാ. അതേ നെറ്റിക്ക് വന്ന് അപ്പൊ ഇപ്പറേ സൈഡും അതുപോലെ ഉണ്ടല്ലോ. അതോ? ഞാൻ കിടന്ന് എന്റെ ബഹളം കേട്ടോണ്ട് മരുമോൾ ഓടി വന്നിട്ട് ചോദിച്ചേ, അമ്മച്ചി എന്താ പറ്റുന്നത്? ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ മമ്മട്ടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞേ, മോളെ ഇങ്ങനെ ചവിട്ടി നോക്കിയാണ് പറഞ്ഞത്. വീണ്ടും അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു മുഖത്ത് 2 ടപ്പേ. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. എന്തുവാ? അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനൊക്കെ അറിയാവോ? വൃത്തിയോടെ പറയരുത്. ഞങ്ങള് പാരമ്പര്യമായിട്ട് അമ്മൂമ്മ മുത്തച്ഛി എല്ലാരും കുഞ്ഞിനെ കുളിപ്പിക്കുന്നവരാ, പ്രസവരക്ഷ എടുക്കുന്നവരാ. അറിയാവോ? അമ്മ അകത്തോട്ട് കേറി പോരെ, ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള എണ്ണയും വെള്ളം ഒക്കെ എടുത്തു വെക്കാം. നല്ല സുന്ദരി കുട്ടി കേട്ടോ. അയ്യോ, എന്തോ പണിക്കാനോടാ മൂവോ, നല്ല സ്വഭാവം തോന്നുന്നു. എന്തായാലും മോളുടെ ഓറ് കഴിഞ്ഞ് നീ അച്ഛൻ ഒരു ഓറ് വെച്ച് നോക്കാം. ഭർത്താവ് ഉണ്ടോന്ന് ആദ്യം ചോദിക്കാം, എന്നിട്ട് ബാക്കി മൂവ്മെന്റ് നടത്താം. ഹലോ, പേരെവിടാ? കോട്ടയം മെഡിക്കൽ കോളേജില്. അതല്ല ഞാൻ ചോദിച്ചത്, പങ്കാളി ഇല്ലെന്ന്. പങ്കാളി ഇല്ലാതെ പേറും പ്രസവമൊക്കെ നടക്കുവോ? ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടോ. ഞാൻ ഇത് കെട്ടിയോനില്ലെന്ന്. കെട്ടിയോനോ? പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ കൃഷി ഇറക്കാൻ വന്ന അണ്ണാച്ചിയായ എന്റെ കെട്ടിയോൻ ഇവിടെ കൃഷി ഇറക്കി വിളവെടുക്കുന്ന സമയമായപ്പോ അവിടെ തമിഴ്നാട്ടിൽ കൃഷിയുടെ സീസണായി. പുള്ളിക്കാരൻ വിത്തുമായിട്ട് അങ്ങ് പോയി. അപ്പൊ സീസണൽ കർഷകനാ. നമുക്കും വകുപ്പുണ്ട്. ഇപ്പൊ വരും പിന്നെ വരുമെന്നും പറഞ്ഞ് എന്നും കിഴക്കോട്ടിറക്കി ഞാൻ കണ്ണു നട്ട് കാത്തിരിക്കുക. സാരമില്ല, വന്ദേ ഭാരത് എക്സ്പ്രസ് കയറി പോകുന്നത് ഇത് എങ്ങോട്ട് പോകുന്ന സ്പീഡില്? ട്രാക്ക് എത്തി പോയതാ. അല്ലേലും എനിക്ക് ഇങ്ങനെ നേരത്തെ തൊട്ടുണ്ട്. എപ്പോ കള്ളവണ്ടി കയറിയിലും അപ്പൊ TTR വെക്കും. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിന്നെയും വിശ്വസിക്കാം. ഈ സൈസ് കള്ള കിളവന്മാരെയാ വിശ്വസിക്കാൻ പറ്റാത്തത്. അതാണ് ഈ പഴഞ്ചോറിന്റെ ഗുണം. പശുവും ചത്ത് പാലിലെ പുളിയും അടങ്ങി ഇപ്പോഴും പഴഞ്ചോറിനെ പ്രൊമോട്ട് ചെയ്തോണ്ട് നടക്കുക. ഇവിടെ ഭാര്യയൊന്നും കണ്ടില്ലല്ലോ. അതെന്തേ? അത് ഞാനും എന്റെ ഭാര്യയായിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങി. എന്ത് പറ്റി? അത് വേറെ ചുമ്മാ വിഷയങ്ങളൊക്കെ. അങ്ങനെ പിണങ്ങുമ്പോ ഞാൻ അവക്ക് ഒരെണ്ണം പൊട്ടിക്കും. അത് ശരി. പക്ഷെ ആ പിണക്കം മാറാനായിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ ചന്തയിൽ നിന്ന് ഒരു കോഴിനെ മേടിച്ച് അവക്ക് അങ്ങ് കൊടുക്കും. പിണക്കം മാറണ്ടേ? എന്നിട്ട് എന്തുവാ, എനിക്കിപ്പോ 12 കോഴി ഫാം ഉണ്ട്. ചുമ്മാ നല്ല പെണ്ണുമ്പിള്ള അങ്ങനെ കളഞ്ഞിട്ട് പോയത്. വൈദ്യത്യാന്നല്ലേ പറഞ്ഞത്. എന്റെ ഈ കാലിന് 2-3 ദിവസമായിട്ട് ഭയങ്കരം വേദന. അത് പ്രായത്തിന്റെയാ. പിന്നെ ഈ കാലിന്റെ അതേ പ്രായം തന്നെയല്ലേ ഈ കാലിന്? ഇതിനൊരു ഗുരുവില്ലല്ലോ.
അതല്ല, ആ കാലിന്റെ വേദന കൊണ്ട് ഇതിന് ചിലപ്പോ ഈഗോ അടിച്ചാണെങ്കിലോ? എന്നാ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അത് ചോദിക്കാൻ വിട്ടുപോയി. എന്താ പേര്? തൊണ്ടയിൽ തങ്കി. എന്നിട്ട് വെള്ളം കുടിക്കാൻ മേലായിരുന്നോ? എന്തിനാ? അല്ലാണ്ട് തൊണ്ടയിൽ തങ്കി എന്ന് പറഞ്ഞു. അയ്യോ, തൊണ്ടയിൽ എന്ന് പറഞ്ഞ വീട്ടുപേരാ. തങ്കി എന്നാ എന്റെ പേര്. ആ തൊണ്ടയിൽ തങ്കി. നിങ്ങളുടെ പേരെന്തുവാ? MC നാണപ്പൻ. MC നാണപ്പൻ. MC മുകളച്ചാണ്ടി. മുകളച്ചാണ്ടി നാണപ്പൻ. എടാ നീ ആയിരുന്നോ? എന്റെ ഇരട്ടപ്പേര് ആരാ പറഞ്ഞു തന്നെ? എടാ നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. എടാ നമ്മൾ ഒന്നിച്ച് മണ്ണാരത്തി സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചതാ. ഇവൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു ദിവസം ഒരു മയിൽപ്പീലി എന്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞേ, അത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് പ്രസവിക്കുമെന്ന്. അത് പ്രസവിച്ചോ? ഇവന്റെ കുഴപ്പം കൊണ്ടാണോ മയിൽപ്പീലിയുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ആ മയിൽപ്പീലിക്ക് ഒരു അമ്മയാവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ ഇവനെ എന്നും ഒരു പൂവായിട്ട് എന്റെ പുറകെ നടക്കും. എന്നിട്ട് പറഞ്ഞേ, ഞാനൊരു കാര്യം അങ്ങോട്ട് തരാൻ നിനക്ക് ഇഷ്ടമായില്ല, അങ്ങ് തിരിച്ചു തരണമെന്ന്. അവനൊട്ട് തന്നതുമില്ല, ഞാനൊട്ട് തിരിച്ചു കൊടുത്തില്ല. എന്തുവായിരുന്നു തരാന്ന് പറഞ്ഞേ? അതിപ്പോ തരാണെങ്കിൽ ഞാൻ റെഡിയാ. എന്തുവാ? ഒരു ഉമ്മ. ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു തന്നേ. എടാ ബിരുദാനന്തര ബിരുദാ. എടി ബിരുദാനന്തര ബിരുദി. അയ്യോ എന്റെ ദൈവമേ, എന്റെ പൊന്ന് തങ്കി, എന്നെ ഇങ്ങനെ ഇട്ട് കറക്കി എറിയല്ലേ. രണ്ടെല്ലിലും ഒരു അണ്ടർവെയറിന്റെ വള്ളിയിലും ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. ഞാനാണോ എടുത്തെറിഞ്ഞത്? ഒന്നിച്ച് പഠിച്ചാന്ന് പറഞ്ഞ പഴയ നൊസ്റ്റാൾജി എല്ലാം കൂടെ വർക്ക് ചെയ്തിട്ട് എന്നെ എല്ലാം കറക്കി നിലത്തടിച്ചിട്ടതാണ് അടുപടിച്ചിട്ടേക്കുന്നത്. ഓടി പറഞ്ഞേ. അയ്യോ വലിക്കണം. എന്റെ ദൈവമേ, ഇപ്പൊ കുഞ്ഞിനെ നോക്കാൻ വന്നിട്ട് ഇതിനെ ഞാൻ നോക്കേണ്ട അവസ്ഥയാണല്ലോ ഇത്. വലിക്കണം വലിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് വാ. വലിച്ചെടുത്തോണ്ട് പഴയ ഉപ്പിലിടാ. വലിക്കണം മരുന്ന്. ഇതിപ്പോ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചെന്ന് പറഞ്ഞല്ലോ എന്റെ ദൈവമേ. അയ്യോ അയ്യോ. എന്നെ കാണിച്ചേ. ഇതേ മ്യൂസിക്കിൽ ഇതിന്റെ സ്പെഷ്യൽ എഫക്റ്റ് ഇടാൻ മറന്നു, അതുകൊണ്ട് കയ്യിന്നിട്ട് കളിക്കുവാ. ഇത് നടുവീർപ്പ പൊളിയെന്ന് എനിക്ക് തോന്നി. ഓടി പറഞ്ഞേ. അയ്യോ കുഞ്ഞുമോളെ, നിന്റെ അച്ഛനും ഞാനും കൂടെ ഒന്നിച്ച് പഠിച്ചതാ. എന്നിട്ട് ഇങ്ങനെ ആ പഴയ കാര്യം പറഞ്ഞ് നൊസ്റ്റാൾജി അടിച്ച് എന്നെ പെരുപ്പിച്ചിട്ട് ഇവിടെ ഇട്ട് കറക്കി കാണിച്ചത്. എന്നാടാ നിന്നാടാ നിന്റെ കുഞ്ഞാടാ, ഞാനൊന്നും ചെയ്യില്ല. അണ്ട് ഇതാരാ മോളെ നിന്റെ കർണക്കുട്ടി കൊടുത്തടിച്ചേ? കർണത്തിന്റെ അടിച്ചല്ല, എന്റെ ചേട്ടൻ വിളിച്ചതാ. 6 മാസം കഴിഞ്ഞ് വരുന്നെന്ന്. എന്റെ മരുമോൻ ഇങ്ങ് കെട്ടി കളിക്കുന്നുണ്ട്. എത്ര മാസമാ മക്കളെ? 6 മാസം. ഊണിഞ്ഞെടുത്ത് കട്ടായില്ലെങ്കിൽ ചേട്ടാ ഒരു മിനിറ്റ്, അതെ അമ്മയുടെ കൊടുക്കാം. ഹലോ മോനെ, പിന്നെ മോനെ 1 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നാൽ മതി കേട്ടോ. സമ്മതിച്ചോ? 1 വർഷം കഴിഞ്ഞാൽ വരത്തോളന്ന്. 1 വർഷം ഞാനെല്ലാം നോക്കിക്കോളാം, എല്ലാം ഞാൻ നോക്കിക്കോളാം. 1 വർഷം കഴിഞ്ഞാൽ വരത്തോളൂ. ഹലോ ഹലോ. അയ്യോ ചേട്ടൻ വെച്ച്. അല്ല നിങ്ങൾ എന്തോ വർത്താനാ പറഞ്ഞത്? എടി നിന്റെ പ്രസവം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1 മാസം. അവൻ എത്ര നാൾ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു? 6 മാസം. അവൻ 1 വർഷം കഴിഞ്ഞ് വന്നേ മതി. അതെന്താ? എങ്കിലേ നിനക്ക് ശരിക്കുമുള്ള പ്രസവരക്ഷ നടക്കൂ. എടി തങ്കിക്കുട്ടി. വിഷ്ണു, പ്രസാദ് കരുനാഗപ്പള്ളി ആൻഡ് ചിഞ്ചുറാണി, നല്ല സ്കിറ്റ് ആയിരുന്നു. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. നമുക്ക് നേരെ കമന്റ്സിലോട്ടങ്ങ് പോയാലോ? പ്രചോദേ. നല്ല ഒരു മനോഹരമായ സ്കിറ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ രസമായിട്ട് 3 പേരും പ്ലേ ചെയ്തു എന്നുള്ളതാണ്. പ്രസാദ് ആദ്യമായിട്ടാണ് നമ്മുടെ ഐറ്റം. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ എന്താ പറയുന്ന ഒരു സ്വാഗതം അങ്ങോട്ട് പറയുകയാണ്. കാര്യം നിങ്ങൾ വന്ന ഒരു വരവ് നിങ്ങൾ ഗംഭീരമായിട്ട് അറിയിച്ചു. താങ്ക് യു. 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാൻ പ്രസാദിനെ എടുത്ത് പറയുന്നത്, ഇത് മൊത്തം ഒരു സംഭവം ചുമലിലേക്ക് ഏറ്റി പ്രസാദ് ഒരു കൊണ്ടുപോകുന്നുണ്ട്. അതായത് തുടക്കം മുതൽ പ്രസാദ് വന്ന പ്രസാദിൻ്റെ റോള് എത്രയും മനോഹരമാക്കോ അത്രയും മനോഹരമാക്കി പ്രസാദ് കളിച്ചു. പിന്നെ ചിഞ്ചുറാണി, ചിഞ്ചുവിൻ്റെ റോള് ചിഞ്ചു നല്ല ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. വിഷ്ണു നന്നായിരുന്നു. വിഷ്ണുവിൻ്റെ നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ ഒരു ഇതെനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരു കൗണ്ടർ അടിക്കുമ്പോൾ അപ്പം അത് ഏറ്റില്ലെങ്കിൽ അതേ സെയിം സാധനം പിന്നെ നമ്മൾ പറയാൻ നിൽക്കണം. അതായത് അകത്തൊരു സാധനം അത്ര ഏറ്റില്ലെങ്കിൽ നമ്മളത് മുറിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്ക് നിങ്ങൾ കളിക്കുന്ന ഒരു സാധനത്തിൽ ഈ നമ്മൾ പറയാൻ പോകുന്നൊരു സാധനം ആ ഫ്ലോയ്ക്ക് തടസ്സമാണെങ്കിൽ അത് പറയാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ കളിയെ മൊത്തത്തിൽ ബാധിക്കും. അങ്ങനെ ഒരു അനാവശ്യം 1-2 സാധനങ്ങൾ. പക്ഷേ എന്നാൽ വേറെ നല്ല കൗണ്ടറുകൾ കുറേ പ്ലേസ്മെൻ്റ് ഉണ്ട്. അതിനെല്ലാം നല്ല ചിരി കിട്ടി. അപ്പം നമ്മളൊരു ആവശ്യമില്ലാത്തൊരു സാധനം പറയാൻ പോകുമ്പം അല്ലെങ്കിൽ ആ ഫ്ലോ കട്ട് ചെയ്ത് പോകുമ്പോൾ അത് മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ഈ ഗ്രൂപ്പ് വർക്കിനെ അത് ബാധിക്കും.
അങ്ങനെ ചില ഒരു പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നു പോയെന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഗംഭീരമായിരുന്നു. 3 പേരുടെ കോമ്പിനേഷൻ പരിപാടികൾക്കുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്തൊരു ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ 3 നല്ല കോമ്പിനേഷൻ ആകുന്നു. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാണ്. ബിജുക്കുട്ടാ നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഈ പ്രസാദിൻ്റെ ഈ വേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സുന്ദരിയായിട്ടുള്ള ഒരു അമ്മാമ്മയാണോ ആൻറ്റിയാണോ ഒന്നും പറയാൻ പറ്റില്ല. വിഷ്ണുവിൻ്റെ ഈ മേക്കപ്പും അതുപോലെ തന്നെ ഗെറ്റപ്പൊക്കെ നല്ല രസമാണ്. ചിഞ്ചുറാണിക്ക് ഇത്തവണ ഒന്നും അഴിഞ്ഞാടാനായിട്ടുള്ളൊരു ഉണ്ടായിരുന്നില്ല അല്ലേ? സുഖമില്ലാതായിപ്പോയി. ആ ഓക്കെ. പ്രസാദിൻ്റെ ശബ്ദം, പ്രസാദ് എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അതാണ് പ്രസാദിന്റെ ഒറിജിനൽ സൗണ്ട്. ഞാനിത് എടുപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്രസാദ് ആദ്യം ക്യാരക്ടറായിട്ട് വന്നിട്ട് അവസാനം ക്ലൈമാക്സ് അടിക്കുന്നത് വരെ ഒരു വ്യത്യാസം ഉണ്ടായില്ല. കാരണം നിങ്ങളുടെ ശബ്ദത്തിൽ അത് നിങ്ങൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത്. കാരണം നമ്മ മെയിലാണ്, ഒരു ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എവിടെയും വേണമെങ്കിൽ ഒരു മെയിൽ വോയിസ് കയറാം. പക്ഷെ അത് ായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാ നിങ്ങളിവിടെ വരവ് അറിയിച്ചു കഴിഞ്ഞിട്ടാ. നിങ്ങളൊരു ഗംഭീര വരവ് തന്നെയായിരുന്നു. രണ്ടൊരു മോശമൊന്നല്ല പറഞ്ഞത്. നമ്മുടെ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് പ്രസാദ്. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം തിരുത്തിയിട്ട് നല്ല ഗ്രാൻഡായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പഞ്ച് കിട്ടാവുന്ന രീതിയിലുള്ള സാധനമായിട്ട് വരണം കേട്ടോ പ്രസാദേ. ചിഞ്ചുറാണി ഓൾ ദ ബെസ്റ്റ്. പോന്നിരിക്കും. വിഷ്ണു, പ്രസാദേ, ചിഞ്ചുറാണി നല്ല സ്കിറ്റായിരുന്നു. അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ പെർഫോമൻസിലാണ് ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ സ്കിറ്റ് നിന്നിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും കൈയടികൾ കൂടുതൽ കിട്ടേണ്ടത് തീർച്ചയായിട്ടും പ്രസാദ് കരുനാഗപ്പള്ളിക്ക് തന്നെയാണ്. പ്രസാദെ, നമ്മുടെ കുടുംബത്തിലോട്ട് സ്വാഗതം കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. കുറേ നാൾ കൂടിയാണ് പ്രസാദിനെ കാണുന്നത്. ഞാൻ പ്രസാദൊക്കെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. മംഗളം മിമിക്സിൽ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലാണ് ഈ മാളച്ചേട്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് എവിടെ പോയാലും നമ്മൾ മാളച്ചേട്ടൻ്റെ സിനിമകൾ കാണുമ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഫേസാണ്. ഈ പറഞ്ഞ പോലെ ഒരു ആന ചന്തമായിരുന്നു പ്രസാദ് ഇങ്ങോട്ട് കയറി വന്നത്. അതാണ് ഒരു കലാകാരൻ്റെ ഒരു തലയെടുപ്പ് എന്നൊക്കെ പറയത്തില്ല. താൻ ചെയ്യുന്ന ആ ഒരു കാര്യം അതിൻ്റെ ഒരു 100% കോൺഫിഡൻസിലാണ് വരുന്നത്. ചിഞ്ചുവിൻ്റെ ഈ പറയുന്ന പോലെ ഇന്നത്തെ കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചിഞ്ചുവിൻ്റെ പെർഫോമൻസ് നമുക്ക് എവിടെയും ഫീൽ ചെയ്തില്ല. ചിഞ്ചുവിൻ്റെ പോർഷൻ കുറഞ്ഞതുകൊണ്ടാണ് ബിജുക്കുട്ടൻ അത് ചോദിച്ചത്. പക്ഷേ ഉണ്ടായിരുന്ന പോർഷനിലൊന്നും ചിഞ്ചുവിൻ്റെ ഒരു മേലാഴിക നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് ഒരു കലാകാരി എന്ന് പറയുന്നത്. വിഷ്ണു നന്നായിരുന്നു. നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മളല്ലാതെ ഒന്ന് മാറി ഒന്ന് പ്ലേ ചെയ്താൽ അത് ആ ക്യാരക്ടർ ഗംഭീരമാവും. ഇത് വിഷ്ണു ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരുപോലെ നമുക്ക് തോന്നിക്കാനുള്ള കാരണം വിഷ്ണുവിൻ്റെ ചില സ്ഥിരം ശൈലികളുണ്ട്. ഉണ്ടടാ പോകുന്നു, ഇങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട്. അത് മിക്ക ക്യാരക്ടർ ചെയ്യുമ്പോഴും വിഷ്ണു അത് ചെയ്യാറുണ്ട്. വിഷ്ണു ഇത് ഓൾറെഡി ഇത് പ്രൂവ് ചെയ്ത ഒരാളാണ്. വിഷ്ണു ഒരു ഉഗ്രൻ ആക്ടറാണ്, നമുക്കറിയാം. എന്നാൽ നമ്മളൊരു സജഷൻ പറഞ്ഞാണ്. ചിലപ്പോൾ ചില സാധനങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്ഥിരം സാധനങ്ങളൊന്നും മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം ഇതൊക്കെ കറക്റ്റാക്കി നോക്കിയിട്ട് വരിക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് മാസ്റ്ററോട്ട് പോയാലോ? പ്രചോദനം തന്നെ പറയട്ടെ. ഞാനൊരു 10,000 രൂപയാണ് പ്രചോദനം തന്നിട്ടുള്ളത്. അടുത്ത ബിജുക്കുട്ടാ. അല്ല, ഞാനും കുറക്കണമെന്നില്ല. 10,000 രൂപ ബിജുക്കുട്ടനും തന്നിട്ടുണ്ട്. ബാക്കി എൻ്റെ വകയാണ്. പ്രസാദെ, ഒരുപാട് സന്തോഷം കേട്ടോ. നീ ഉണ്ടാവണം ഇവിടെ സ്ഥിരമായിട്ട് നമ്മളോടൊപ്പം. അപ്പോൾ ചിഞ്ചു മോളെ എല്ലാം പെട്ടെന്നെല്ലാം അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ കേട്ടോ. അപ്പോൾ അതാ എൻ്റെ വകത മാർക്ക് അവിടെ 30,000 രൂപയുണ്ട്. മോശമല്ല, തീരെ മോശമല്ല. പ്രസാദിന്റെ ആദ്യത്തെ വരവിൽ ഇത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിട്ട് നല്ലൊരു കൈഡി കൊടുക്കാം. വിഷ്ണു, പ്രസാദ് ആൻഡ് ചിഞ്ചുറാണി, താങ്ക് യു. അപ്പോ പ്രചോദയ ബിജുക്കുട്ട, ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചാലും ഇത് തുടക്കം മുതൽ കയ്യടി നിർത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പാലക്കാട് ഓഡിയൻസ്. ബിജുക്കുട്ട, ഒരു കാര്യം പറയാം. നമ്മൾ ഓഡിയൻസ് ഇത്ര എനർജി ഉള്ള സമ്മതിച്ചു കേട്ടോ. അതിന് നിങ്ങൾക്കൊരു വലിയ കൈയടി ഞങ്ങളുടെ വക തരിക. അടിപൊളി. അല്ല, ഇവര് പാലക്കാട് നിന്ന് വരുന്ന ആളുകൾ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണല്ലേ? അടിപൊളി. അവസാനം വരെ ഇന്ന് അവര് നല്ല കയ്യടിയും എൻജോയ്മെന്റും പ്രോത്സാഹനവും തരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഓർത്തോർത്ത് ചിരിക്കാൻ ഉഗ്ര സ്കിറ്റുകളൊക്കെ കിട്ടിയില്ലേ? അപ്പൊ സുഖമായിട്ട് പോയി ഉറങ്ങുക. പ്രേക്ഷകരോട് അത് തന്നെയാണ് പറയുന്നത്. സന്തോഷമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഒരു അടിപൊളി ഗംഭീര എപ്പിസോഡുമായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.